ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇന്നും പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉന്നയിക്കും. വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇരു സഭകളിലും നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പ്രതിഷേധം തുടരും. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസം കൂടി നീട്ടിയതായി ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അറിയിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയതാണ്. ഇന്നും സമാനമായ രീതിയിൽ വിഷയം ഉയർത്താനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പ്രതിപക്ഷത്തിന്റെ ആലോചനകൾ എങ്ങനെയാണ് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് റീജിത്ത്, സ്മിത. ഈ വിഷയത്തിൽ കഴിഞ്ഞ 3 ദിവസം പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുകയും പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇരു സഭകളിലും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ പാർലമെന്റിന് പുറത്തുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ 2 സഭകളിലും ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട നോട്ടീസുകൾ നൽകിയിരുന്നു. ഇന്നലെയും ഈ നോട്ടീസുകൾ ഇരു സഭകളിലും അധ്യക്ഷന്മാർ തള്ളി. സമാനമായി പക്ഷേ ഇന്നും ഈ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 സഭകളിലും നോട്ടീസ് നൽകാൻ തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം UDF എംപിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുകയും ആഭ്യന്തരമന്ത്രിയിൽ നിന്നും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ തീരുമാനവും നടപടിയും ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും വിഷയം പാർലമെന്റിനകത്ത് ഉന്നയിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസുകൾ നൽകാൻ തന്നെയാണ് എംപിമാരുടെ തീരുമാനം. ഇതോടൊപ്പം തന്നെയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം. അത് പാർലമെന്റിന്റെ ആദ്യ ദിവസം മുതൽ ആരംഭിച്ച പ്രതിഷേധമാണ്. ആ പ്രതിഷേധം തുടരാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വിഷയം എന്ന നിലയിൽ US ഇന്ത്യക്ക് 25% തീരുവ ഏർപ്പെടുത്തിയ നടപടി സംബന്ധിച്ചുള്ള ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനും പ്രതിപക്ഷ അംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയം ഒരു പ്രധാന ആയുധമാക്കി ഇന്നു മുതൽ ഉപയോഗിക്കാനും ധാരണയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ US തീരുവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇരു സഭകളിലും വിശദീകരണം നൽകിയിരുന്നെങ്കിൽ പോലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് രാജ്യസഭയിൽ ആവശ്യപ്പെട്ട് ബഹളമുയർത്തുകയും തുടർന്ന് സഭ പിരിയുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നു മുതൽ ഈ US തീരുവ നടപ്പാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ആലോചനയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇന്നും സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.